ഈ കായാണ് ഇപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഈ പരുവത്തിലാക്കിയേക്കണത്. ഇത് എത്ര എടുത്തത് ഈ കായം? 200 ഗ്രാമാണ് ഇപ്പോൾ ഇത്. 200 ഗ്രാം. ഇത് 500 ഗ്രാമിൻ്റെ ഇതാണ്. അപ്പം ഇതിനു മുമ്പ് നമ്മൾ പൊടി ഉണ്ടായിരുന്നു, പൊടി തികയില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി പൊടിച്ചു. അപ്പം ഇതിൻ്റെ 200 ഗ്രാം എടുത്തിട്ടാണ് ഇങ്ങനെ ആക്കിയത് അല്ലേ? അതെ, കായപ്പൊടി ഉണ്ടാക്കുന്നത്. ഇതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ നമ്മൾ ചെയ്യണം. കുറച്ച് പണി ചെയ്താലും നമുക്ക് സാധനം നന്നാവണമെങ്കിൽ LG കായം വേണം. ഇതിപ്പോൾ കായം നമ്മൾ മൊരിച്ചെടുക്കണത് ഇങ്ങനെ. അപ്പോൾ നല്ലോണം ഇങ്ങനെ പറ്റി ഇതാക്കി എടുക്കണം. അപ്പോഴാണ് ഉള്ളിലത്തെ ഇതൊക്കെ വേവുള്ളൂ. എന്നിട്ട് ഒരു പിറ്റേ ദിവസത്തേക്ക് നമ്മളിത് എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് മിക്സിയിലിട്ട് പൊടിക്കുക. അപ്പോൾ നമുക്ക് കായത്തിൻ്റെ പൊടി നല്ല പൊടിയായിട്ട് കിട്ടും. ഇങ്ങനെ ഇത്രയായി. അപ്പോൾ ഈ കായപ്പൊടിയാണ് സാമ്പാർ പൊടിയിൽ? ഈ കായപ്പൊടിയാണ്. ഇത് എത്ര നേരം ആക്കണം ഇങ്ങനെ? ഇത് നേരത്തിൻ്റെ കണക്കല്ല. ഇത് നമ്മളിങ്ങനെ പൊള്ളച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഉള്ളു വെന്തിട്ടില്ല. അപ്പോൾ അതിങ്ങനെ ആക്കി പരത്തി കൊണ്ടുപോകണം. എന്നിട്ട് അടിയിലേക്കൊക്കെ നല്ലോണം ഉള്ളിൽ ഇതങ്ങനെ തിരിച്ച് മറിച്ച് വിടുക. അങ്ങനെ എന്നിട്ട് കഴിഞ്ഞ് നല്ലോണം മുരിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കെടുത്തിയിടാം. കെടുത്തിയിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും, അത് പിറ്റേ ദിവസത്തേക്ക് നല്ലത്, ഏറ്റവും നല്ലത്. അപ്പോൾ അത് മിക്സിയിൽ പൊട്ടിച്ച് ഇങ്ങനെ പൊടിച്ചെടുത്താൽ നല്ല കായപ്പൊടി. കായം നമ്മൾ വറുത്ത് ഇപ്പോൾ നല്ല ക്രിസ്പിയായി. ഇനി ഈ ഇതിൽ വരണം. ഈ പരുവത്തിൽ നമുക്ക് എടുക്കണം. ഇതെടുത്ത് നമ്മൾ ഇനി നാളേക്ക് ആകുമ്പോഴേക്കും അത് നല്ല ഹാർഡാകും. അത് പൊട്ടിച്ച് നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുക. അപ്പം നമുക്ക് പൊടി കിട്ടും. നമ്മൾ ഇന്നലെ കായം വറുത്തൂല്ലോ, അത് പൊടിച്ച പൗഡറാണ് ഇപ്പോൾ ഇത്. ഇതാണ് നമ്മൾ സാമ്പാർ പൊടിയിൽ ചേർക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾക്കും എല്ലാവർക്കും ഇതേമാതിരി കായം വറുത്ത് പൊടിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു ഗുണമുള്ളൊരു സാധനമാണിത്. കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ്. കായപ്പൊടി വാങ്ങിക്കണ്ട. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.